ഊഞ്ഞാലാടിയിരുന്നു എന്നാണ് മാർക്കോ പോളോയുടെ സഞ്ചാര ഇസ്ലാമിക ചരിത്രത്തിലല്ല, മാർക്കോ പോളോ അന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാടിനകത്ത് ഇത്രമാത്രം വിഭാഗീയത? നമ്മൾ വിശാലമായി സംസാരിക്കുമ്പോഴും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലെത്തുമ്പോൾ നമ്മൾ എന്തിന് സങ്കുചിതരായി പോകുന്നു? ആ സങ്കുചിതത്വം നമ്മൾ അവസാനിപ്പിക്കുകയും ബഹുസ്വരത എന്ന് പറയുന്നത് സഹിഷ്ണുതയാണെന്ന് കൂടി തിരിച്ചറിയുകയും ആ സഹിഷ്ണുതയെ, ഇസ്ലാമിന്റെ സഹിഷ്ണുതയെ നിരാകരിച്ച് പൊതുസമൂഹത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ യഥാർത്ഥ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടതില്ലേ? IS-നെതിരെ പോസ്റ്ററൊട്ടിക്കുന്നവർ എന്തുകൊണ്ട് നമ്മുടെ നാടിനകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകളെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല? അതുകൂടി നമ്മൾ ചെയ്യേണ്ടതല്ലേ? നന്ദി. ബഹുസ്വരത പുരുഷന് മാത്രമല്ല, ഇസ്ലാം അങ്ങനെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഈ ഇസ്ലാം സ്ത്രീയുടെ സ്വത്വത്തെയും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ് അഫലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ് എന്ന്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പുണ്യനബി മറുപടി പറയുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളും കഠിന പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ സ്വഹാബി. വരും കാലത്ത് അള്ളാഹു ഈ വിശുദ്ധ ദീൻ പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് മണൽക്കാടുകളിൽ നിന്നൊരു സ്ത്രീക്ക് ഏകാന്തപതികയായി വന്ന് ഈ പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഈ കഅബത്തു ഷരീഫയെ തവാഫ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാലം, ഒരു സമാധാനകാലം വരും എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എപ്പോഴും ജൈവശാസ്ത്രപരമായ ചില വ്യത്യസ്തതകൾ എന്ന യാഥാർത്ഥ്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. കാരണം ഇസ്ലാം പ്രകൃതിയെ അറിഞ്ഞ മതമാണ്. ജൈവശാസ്ത്രപരമായി അങ്ങനെ ഒന്നില്ലെന്ന് പറയാൻ ജൈവശാസ്ത്രപരമായ അന്വേഷണങ്ങൾ കൃത്യമായി നടത്തുന്ന ആർക്കും സാധ്യമല്ല. സ്ത്രീക്കും പുരുഷനും എന്നല്ല, ലോകത്തെപ്പോഴും ഉണ്ടാകുന്ന ഈ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് പോലും ഒരു യാഥാർത്ഥ്യമാണ്. ബഹുസ്വരത യാഥാർത്ഥ്യമാകുന്നത് പോലെ ആ അസന്തുലിതാവസ്ഥയും യാഥാർത്ഥ്യമാണ്. സ്ത്രീ പുരുഷൻ എന്ന രണ്ട് ഇടങ്ങളുടെ ധർമ്മ നിർവഹണത്തിന് ആവശ്യമാകുന്ന വഴിയാണ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നത്. പുരുഷനെയും സ്ത്രീയെയും സമൂഹ ജീവിതത്തിന്റെ രണ്ട് പാരസ്പര്യങ്ങളാക്കി കാണുമ്പോഴും രണ്ടുപേരും ഇടപെടേണ്ട ഇടങ്ങൾ നിശ്ചയിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് സമൂഹത്തിന്റെ സക്രിയമായ നിലനിൽപ്പിന് ആവശ്യമാണ്. ഒരു നല്ല അമ്മ ഇല്ലാതെ പോയാൽ സമൂഹം എപ്പോഴും താളം തെറ്റും. അമേരിക്കയിൽ 2002 എന്റെ ഓർമ്മ, ട്രെഞ്ച് കോട്ട് മാഫിയ എന്ന പേരിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെയും സഹപാഠികളെയും വെടിവെച്ചു കൊന്നു. അന്ന് അമേരിക്ക അത് വലിയ ചർച്ച ചെയ്തു. പിന്നീട് ദി ഹിന്ദു പത്രത്തിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, they can't cry by tears but they can cry by bullets എന്ന്. അവർക്ക് കണ്ണുനീര് കൊണ്ട് കരയാനാവില്ല, അവർ ബുള്ളറ്റുകൾ കൊണ്ട് കരയും എന്നാണ്. അതിൽ അദ്ദേഹം, ആ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് എഴുതിയത്, അമേരിക്കയിൽ സ്നേഹസമ്പന്നയായ അമ്മ നഷ്ടപ്പെട്ടു എന്നായിരുന്നു. സമൂഹത്തിലേക്ക് തുറന്ന് ഇറങ്ങി വന്ന പെണ്ണ് പലപ്പോഴും ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഒരു വലിയ യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം, ഈ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് എഴുതി വെച്ചത്. അതുകൊണ്ട് ചില ഇടങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു തരുന്നു എന്നതിനപ്പുറം സ്ത്രീയുടെ സ്വത്വത്തെ അപമാനിക്കുന്ന ഒന്നും ഒരിക്കലും ഇസ്ലാം ചെയ്തിട്ടില്ല. ഞാനത് അവസാനിപ്പിക്കുന്നു. മറ്റൊന്ന്, NDF-നെ ഞങ്ങൾ പേടിച്ചിട്ടേയില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം NDF അത് പരോക്ഷാർത്ഥത്തിൽ കേരളത്തിൽ തുടങ്ങിയ കാലത്ത് ഏറ്റവും ആദ്യം അത് പറഞ്ഞത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. അതായത് ജില്ലകൾ തോറും പല പേരിട്ട് രംഗപ്രവേശം ചെയ്തു തുടങ്ങിയ കാലത്ത് തന്നെ NDF എന്താണെന്ന് സമൂഹത്തിന്റെ മുഖ്യധാര നേതാക്കളെ അറിയിക്കാൻ ശക്തമായി നിന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. ഒരു കാലത്ത് മുസ്ലിം ഏകോപനം എന്ന പേരിൽ വന്നപ്പോഴും അവനെ സ്റ്റേജിൽ കയറ്റരുതെന്ന് പറയാനുള്ള തന്റെ ഇടം, മുസ്ലിം നേതൃത്വത്തോട് പറയാനുള്ള തന്റെ ഇടം കാണിച്ചത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. ഇന്ന് IS എതിർക്കപ്പെടുന്നത് വർത്തമാനകാല സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിനെ മുന്നിൽ നിർത്തിയാണ്.
ഐസ് ഇങ്ങോട്ട് വരൂലെന്ന് എന്താ കാര്യം? ഐസ് ഇങ്ങോട്ട് വരും. ഐസ് ഇങ്ങോട്ട് വരാൻ ഐസ് മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. ഐസ് കേരളത്തിലും വന്നേക്കാം. പക്ഷേ ജീവൽ ഭയമില്ലാതെ ഐസിനെയും NDF-നെയും ഒക്കെ എതിർക്കാൻ കാരണം ആത്യന്തികമായി അതിന് ഇസ്ലാമിന്റെ മൗലിക സത്തയോട് കൂറുപുലർത്തുന്നില്ല എന്നതുകൊണ്ടാണ്. അത് ഇനിയും തുടരും. ഹമീദ് ഫൈസിയുടെ NDF എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന പുസ്തകം അന്ന് അടിക്കപ്പെട്ട കോപ്പി തീർന്നു എന്നതല്ലാതെ അത് ഏതെങ്കിലും വിപണിയിൽ നിന്ന് മാറ്റേണ്ട ഒരു ഗതികേടും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംഭവിച്ചിട്ടില്ല. അത് കൂടുതൽ നന്നാക്കി ഇറക്കണമെന്ന് കഴിഞ്ഞ മാസവും കൂടി ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തതാണ്. അതൊന്നുകൂടി വിപുലമാക്കി ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും കൂടി വച്ച് NDF കൂടുതൽ എതിർക്കപ്പെടേണ്ടതാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ അതായത് രാഷ്ട്രീയ പ്രവേശത്തെ ശക്തമായി കാണേണ്ടതാണെന്നും SDPI ആ അർത്ഥത്തിൽ തന്നെ നിരാകരിക്കപ്പെടേണ്ടതാണെന്നും നമ്മുടെ മഹല്ലുകളെ പോലും അത് കവരുന്നുവെന്നുമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുള്ള അജണ്ടകൾ നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യപ്പെട്ട SFI സുഹൃത്തിനോട് പറയാനുള്ളത്, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. മാത്രമല്ല, ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ ഉപയോഗിച്ചപ്പോഴും ഏറ്റവും ശക്തമായി അതിനെതിരെ പറഞ്ഞതും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. താങ്കൾക്ക് മനസ്സിലാകുമെങ്കിൽ ചിലപ്പോഴൊക്കെ തീവ്രവാദത്തെ പോലും രാഷ്ട്രീയം അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെയും രാഷ്ട്രീയ വർത്തമാനത്തിന്റെയും കൂടെ നിൽക്കുന്നതാണ്. എന്തുകൊണ്ട് മഅദനി എന്ന് ചോദിച്ചേക്കരുത്. ഞങ്ങൾ മഅദനിയെയും എതിർത്തു. എന്തിനാ മഅദനി എതിർത്ത്? ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. പക്ഷേ മഅദനി തുടങ്ങി വെച്ചത് പലപ്പോഴും സാമൂഹിക കാലുഷ്യത്തിന് കാരണമാകും എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞു. അന്നാണ് 1990-കളിൽ തീവ്രവാദം തെറ്റും ശരിയും എന്ന ക്യാമ്പയിൻ പലവട്ടം നടത്തി. നാം ഒരു വട്ടം നടത്തിയിട്ട് തൃപ്തിയാകാതെ വന്നപ്പോ രണ്ടാം വട്ടം നടത്തി. എന്തിനാണ്? അന്നത്തെ തീവ്രവാദ ചിന്തയെ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സുകളെ വിക്ഷുബ്ധമാക്കാൻ സാധ്യമാകുന്ന പ്രഭാഷണങ്ങളിലൂടെ ഒരു ജനതയെ ആ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഭയപ്പാട്, ഈ കാലം അത്രയും സമുദായം ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യത്തിന്റെ നന്മയുടെ സുഹൃതങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയപ്പാട് നടത്തിയത് നമ്മളാണ്. പക്ഷെ മഅദനി പലരും പേറി നടന്നിരുന്നു എന്ന യാഥാർത്ഥ്യം അല്പം മനസാക്ഷിത്വത്തോടുകൂടെ ആലോചിച്ചാൽ വളരെ നന്ദി. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, വാഫി വിദ്യാർത്ഥികളെ, എൻ്റെ പേര് മുസ്തഫ എന്നാണ്. മുഹമ്മദ് മുസ്തഫ. ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹിയാണ്. ഈ വാഫി മഹോത്സവ വേദിയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. മലപ്പുറം ജില്ലയുടെ ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇൻചാർജ് വഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം സമ്മേളിക്കാൻ പോയപ്പോൾ അതുപോലെ തന്നെ ഈ ക്യാമ്പസുമായിട്ടും എനിക്ക് നിങ്ങളും ഇവിടുത്തെ ഉസ്താദായിരുന്നു അബ്ദുള്ള മുസ്ലിം ആരാബ്. അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ കാര്യത്തിൽ നമുക്കൊരാശങ്കയും പ്രതീക്ഷയുണ്ടാവും. എന്റെ മകന്റെ കാര്യത്തിലും ടീച്ചറിനെ എന്ത് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പല സ്തുകൾ പറഞ്ഞു. വാഫി വിരുദ്ധത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും ഏകദേശം കേരളത്തിൽ 40 കോളേജ് സ്കൂളുണ്ടെന്നും ഇന്ന് 4000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അതിനൊക്കെ പുറമെ ഞാൻ ഞങ്ങളുടെ നാട്ടില് പട്ടോളം മഹല്ല് കമ്മിറ്റി ഭാരവാഹിയാണ്.
അവിടെ ഞങ്ങൾ മഹലിന്റെ കീഴിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട്. ഒരു മഹലിന്റെ കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോ ഹൗസിൽ വെള്ളം ഉണ്ടോയെന്ന് മാത്രം നോക്കിയാൽ പോരല്ലോ. ഇതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയങ്ങളൊക്കെ നടത്തുന്നു. അവരൊരു ഇപ്പോഴെ നിയമിച്ചപ്പോ അദ്ദേഹം ഞങ്ങൾക്കൊരു വാഫി ഉസ്താദിനെ കിട്ടിയത്. ആ ഉസ്താദ് ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് നിങ്ങളുടെ ചെയർമാൻ പറഞ്ഞു, ഇനിയിപ്പോ പള്ളിക്കല് കാലേതില്ലെങ്കിലും 10 പോതാണ് നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ വാഫി ഈദത്തെ കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ മകൻ SLC കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ഇതുപോലുള്ള ഒരു സദസ്സിൽ നിങ്ങളുടെ കൂടെ ഇരുത്താൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. പഠിച്ചവന് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇതുപോലെയുള്ള വാഫികളെയും ഉദവികളെയും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ല മുന്നോട്ട് പോകുന്നത്. സംശയമില്ല. ആ സംസ്കാരം ഇന്ന് അതിന്റെ തനിമയോടെ, അതിന്റെ വൃത്തിയും വെടുപ്പും ആ തനിമയോടെ ഇവിടെ ആ കൾച്ചറെ കൊണ്ടു നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഈ സാധാരണക്കാരനായ ഈ മുസ്ലിം ഉമ്മത്താണ്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഒരു പശുവിനെ അറുത്ത് അതിന്റെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നത്. ഏത് സമയത്തും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേക അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം ഭക്ഷിക്കുകയും അത് തിന്നുകയൊക്കെ ചെയ്യാം. അത് തിന്നുകയൊക്കെ ചെയ്യാം. ഈ ഒരു ഭീതി കൂടാതെ ഇത്തരത്തിലുള്ള അല്ലാതെ ചില രാഷ്ട്രീയ ധാരണ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥ കൾച്ചർ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഈ മലപ്പുറം ജില്ലയാണ്. ഇത് യാതൊരു സംശയമില്ല. എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. ചോദ്യം ചോദിക്കാതെ നിങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിലനിർത്തുന്നതാണ് സാമൂഹിക പ്രതിബദ്ധത. നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെ ഒപ്പം തന്നെ വളരെ ശക്തമായ താക്കീതോടുകൂടി പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹിക പ്രതിബദ്ധത, നിങ്ങൾ കരാറ് പാലിക്കണമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു ജീവിതമായിരിക്കണം എന്റെ മുമ്പിലിരിക്കുന്ന യുവാക്കൾ നിർവഹിക്കേണ്ടത്. നിങ്ങളുടെ ഈ ഒരു ആവേശം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ വിപ്ലവങ്ങൾ ഒരു ഉത്സവമാക്കി മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് കൈമാറുകയാണ്. ഈ യോഗത്തിന് പങ്കെടുക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി എന്റെ പാർട്ടിയുടെ വക ഞാൻ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. ഓണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ ഓണം മലയാളിയുടെ ദേശീയാഘോഷം എന്ന പേരിലാണ് അവതരിപ്പിക്കപ്പെടാറ്. പക്ഷെ അതിന് അതിന്റെ ദാസമായ തിരമ്പലുണ്ട്. ഇടയിൽ ഈ ഓണം കേരളത്തിന്റെ ദേശീയ ആഘോഷമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊന്നും എന്റെ വാദമല്ല. ഞാൻ ഓണം എന്ന് പറയുന്ന ആഘോഷത്തെ കുറിച്ച് അതൊന്നും എന്റെ വാദമല്ല. നമ്മൾ അതിലേക്ക് പോയി എന്റെ വാദമല്ല. ഞാൻ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഓണം കേരളത്തിന്റെ ദേശീയ ആഘോഷമല്ല. ഓണം ഒരു ആഘോഷം.
ഞാൻ പറയുന്നത് അതിന്റെ ചില വിശ്വാസത്തിൽ ചില അവതാര അല്പമായി ബന്ധം നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നാം കേട്ടുവന്ന ഓണാഘോഷം അതിന്റെ വിളവെടുപ്പുകാലം മറ്റു കാര്യങ്ങളും ബന്ധപ്പെടുന്ന ഒരുപാട് മറ്റു ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവതരിപ്പിക്കുന്ന അതിനുമായി നിൽക്കുന്നതാണ്. ആ മിത്ത് വാമനൻ ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിങ്ങൾ ഓണാഘോഷത്തെ അത് ആചരിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്യുന്ന ആരോടും യാതൊരു തരത്തിലുള്ള പകയോ അകലമോ പുലർത്തുന്നില്ല. അത് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവരുടെ വിശ്വാസത്തെയും പൈതൃകത്തെയും അംഗീകരിക്കുകയും ആദരിക്കുകയും നാം ചെയ്യുന്നു. പക്ഷേ ആസ് എ മുസ്ലിം എന്ന നിലയിൽ അവന്റെ വിശ്വാസത്തിൽ ഇത്തരം ഒരു ആചാരം കടന്നു വരുന്നതിനെ നാം എതിർക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വിശ്വാസ സംരക്ഷണമാണ്. കമ്മ്യൂണിസത്തിന്റെ ഐഡന്റിറ്റി നിലനിൽക്കുക എന്നത് പ്രധാനമായതുപോലെ മാർക്സിസം വളരെ കൃത്യമായി തന്നെ നിർവചിക്കുകയും അത് പറയുകയും ചെയ്യുന്ന പോലെ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റിയെ നിലനിർത്തുകയും അത് പറയുകയും ചെയ്യും. അത് ആ വിശ്വാസവും ഐഡന്റിറ്റിയും നിലനിൽക്കുക എന്നതിനർത്ഥം വിശ്വാസവുമായിട്ടുള്ള എല്ലാവരും അംഗീകരിച്ച വിഷയമാണ്. ഞാൻ പറഞ്ഞ ഇറങ്ങി കയറുന്നതുകൊണ്ട് ക്ഷമിക്കണം, പൂർണ്ണ തൃപ്തി കിട്ടൂല എന്നറിയാം. എന്നാലും നമ്മൾ ചോദിക്കണമല്ലോ. എന്റെ വാദം ഒരിക്കലും ഇതല്ല. ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. എന്റെ ഉമ്മ 5 നേരം നിസ്കരിക്കുന്ന ഇതിനേക്കാൾ ശ്രദ്ധിക്കുന്ന ആളാണ്. എന്റെ ഉമ്മാക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ വിട്ടേ ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ഒരു അയൽപ്പക്കത്ത് നിന്ന് കിട്ടുന്ന ഒരു സഹോദരന്റെ ഹലാലായ ഭക്ഷണം അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പന്നിമാംസം തന്നാൽ അപ്പൊ കഴിക്കാൻ പറ്റില്ല, അറുക്കാത്ത ഭക്ഷണം തന്നാൽ കഴിക്കാൻ കഴിയില്ല. പക്ഷെ അല്ലാതെ ഒരാൾ തന്ന ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു തർക്കമില്ല, അതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇതല്ല നമ്മൾ പറഞ്ഞതും ഞാൻ പറഞ്ഞു വരുന്നത്. ഈ തരത്തിലൊരു ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ വിശ്വാസപരമായ സ്വത്വം നിലനിർത്തുന്നു എന്നതാണ്. ആ വിശ്വാസപരമായ സ്വത്വം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെന്നല്ല, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാധ്യതമാണ് എന്നാണ് ഞാൻ നേരത്തെയും എന്റെ പരാമർശത്തിലൂടെ സൂചിപ്പിച്ചത്. ആ അർത്ഥത്തിൽ ഇതൊരു വിഷയമേ ആകുന്നില്ല. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭക്ഷണം കഴിക്കുന്നത് ഹലാലാവുക എന്ന നിബന്ധനയാണ്. ഹലാലാണെങ്കിൽ അത് അനുവദനീയമാണ്. പിന്നെ മാനദണ്ഡമാണ് പ്രശ്നം. ഇനി ഇങ്ങനെ പറഞ്ഞ് സാധാരണക്കാർക്ക് ഹലാലെന്ന് പറയും. സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഹലാൽ എന്നൊരാളുടെ വാക്കിൽ നമ്മളെ നിർത്തും. സാധാരണക്കാരൻ പേടിക്കും. കാരണം ഇനിയിപ്പോ അതായത് അരി ഹലാലാണ്. ഞാനിപ്പോ തുറന്നു പറയാം, വെജിറ്റബിൾസ് ഹലാലാണ്. അതുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ഡയറക്റ്റ് ഈ ഓണസദ്യ കഴിക്കാൻ പറ്റും. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഓണസദ്യ എന്ന പേരിൽ അയൽപ്പക്കം കൊണ്ടുവരുന്ന ആ പറയപ്പെടുന്ന ഈ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ നിബന്ധനകൾ നിലനിൽക്കുന്നുവെങ്കിൽ ആ നിബന്ധന പ്രധാനമാണ്. അതായത് ഇപ്പോ മാംസാഹാരമാണെങ്കിൽ മാംസാഹാരം അറുക്കപ്പെട്ടതാകണം. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആൻ പറയുന്നതാണ് അറുക്കപ്പെടാത്തൊരു വസ്തു അനുവദിക്കപ്പെട്ട മൃഗങ്ങളിൽ നിന്ന് പോലും കഴിക്കാനാവില്ല. അതുപോലെ അനുവദിക്കപ്പെടാത്ത മൃഗങ്ങളുടെ ഭക്ഷണം അതും പാടില്ല. അതല്ലാതെ ഒരു അയൽപ്പക്കത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു വിരോധവും കൊടുക്കപ്പെടുന്നില്ല. മറ്റൊന്ന്, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എന്നതിൽ ആ പ്രസാദം തന്റെ വിശ്വാസത്തിൽ, അതായത് അത് കഴിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗശമനം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ കഴിക്കുന്നത് തെറ്റാവും. ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ തരുന്ന ഈ പറയപ്പെടുന്ന അനുവദിക്കപ്പെട്ട എന്തും അതൊരു മുസ്ലിമിന് കഴിക്കാം.
അത് യാതൊരു തർക്കമില്ല. ഈ ഉത്തരം നമ്മുടെ സാധാരണ പള്ളികളിൽ കൂടി പറയുകയാണ്. ഈ വാഫി വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, വരും തലമുറ അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നാട് ബഹുസ്വരമാവും എന്നാണ് ഇടപെടുകയാണ്. പിന്നെ ഒരുപാട് പള്ളികളുടെ ലിസ്റ്റ് വേണമെങ്കിൽ പറയാമെന്ന് സഹോദരൻ പറയുകയുണ്ടായി. പള്ളികളിൽ നിന്ന് ഓണത്തിന്റെ ഭക്ഷണം കഴിക്കരുത് എന്ന ആഹ്വാനമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ഇപ്പോ ഇവിടെ പറഞ്ഞത് ആധികാരിക ശബ്ദമാണ്. ഒരുപാട് പള്ളികളിൽ ഒരേ സമയത്ത് ഈ വിഷയത്തിൽ കേട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിന്റെ മുന്നെയും പിന്നെയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു സ്ഥിരമായിട്ട് പള്ളിയിൽ പോയാൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്ല അങ്ങനെ പറഞ്ഞാലേ ഞാൻ തെറ്റിദ്ധരിക്കരുത്. കാര്യങ്ങള് പിന്നെ കുരുടൻ ആനയെ കണ്ടു എന്ന് പറഞ്ഞ രീതിയിൽ വിലയിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കപ്പെടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പറഞ്ഞതാണ്. ഭക്ഷണം കഴിക്കുക എന്നത് ഞാൻ എന്റെ സഹോദരനായിട്ടുള്ള രതീഷ് അയാളോട് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോഴും ഓണത്തിന് എന്നെ സദ്യ ഉണ്ണാൻ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷം തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഹലാൽ എന്ന വാക്ക് ഉപയോഗിച്ച് പറയുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് എന്താണ് തനത് വിശ്വാസം എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയാണ്. കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷമോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ ഇവിടെ സദസ്സിൽ ആളുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ മസ്ജിദ് ജുമുഅ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകളെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി മൊത്തം മസ്ജിദിലെ ആളുകളെ വിളിച്ചപ്പോ അതിന് പോകുന്ന വിവരം അദ്ദേഹം അറിയിച്ചിരുന്നു. മതിയാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചോദ്യം ഓണത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ്. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് വതഅമുല്ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും. ഇവിടെ ഊതുൽ കിതാബ് അഹ്ലുൽ കിതാബിന്റെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ അഹ്ലുൽ കിതാബ് കുഫ്റാണ് എന്നും ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലുൽ കിതാബി വൽ മുശ്രിക്കീന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായും നമുക്ക് യോജിക്കാവുന്നതാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ടും പറഞ്ഞതാണ് എന്നൊരു ഹദീസ് ഞാൻ ഇതിനോട് ചേർക്കുകയാണ്. ഈ വർഷം നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദുകളുടെ പള്ളിയിൽ നിന്ന് വളരെ കർശനമായി അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു പുതിയ ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. അത് ചില ആളുകൾ നമ്മളോടൊക്കെ വന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പണ്ടൊക്കെ കഴിക്കലുണ്ട്, ഇപ്പം കഴിക്കാറില്ല. അത് ചിലപ്പോൾ മൂപ്പര് കേട്ടത് അല്ലെങ്കിൽ ഈ സെലഫിസം നമ്മൾ പറയുന്ന IS ഉണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള അതിന്റെ ഒരു തുടക്കമായിരിക്കും. അവർ അങ്ങനെയൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ മൂപ്പര് സംശയിക്കുന്നത്. നമ്മളെ പാനൽ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വൈകിപ്പോയ വിദ്യാർത്ഥികൾ ക്ഷമിക്കണം. നമ്മളുടെ ആ ചടങ്ങ് തീർക്കാനുള്ള 9:30 നിർത്തേണ്ട പരിപാടിയാണ്. ചോദ്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ വളരെ പ്രസക്തമായതാണെങ്കിൽ അതും കൂടി ചോദിച്ചിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. വളരെ പ്രസക്തമായതുണ്ടെങ്കിൽ മാത്രം. ചോദ്യങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അവിടുത്തെ കടലാസ് കെട്ടുകൾ കണ്ടപ്പോഴാണ്. ഇല്ല, അവസരം കഴിഞ്ഞു. അത് കുറെ മുമ്പ് വിവരം കൊടുത്താണല്ലോ.
പാനൽ ഡിസ്കഷന്റെ മുമ്പ് കഴിഞ്ഞ മുഴുവൻ ചർച്ചകളും സത്യത്തിൽ ഏകസ്വരമായിരുന്നു. മോഡറേഷൻ എന്ന ഒരു ധർമ്മത്തിന് പ്രസക്തിയില്ലാത്ത വിധം ഏകകണ്ഠമായി എല്ലാവരും സംസാരിച്ചു. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട 15 മിനിറ്റ് പോലും ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഞാൻ അഭിപ്രായപ്പെടുന്നത്. പാനൽ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയപ്പെടുകയും ചെയ്തു. ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഇന്ത്യയും ഇസ്ലാമും ബഹുസ്വരതയെ അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മറ്റു മതങ്ങളും അപ്രകാരം തന്നെ ബഹുസ്വരതയെ അംഗീകരിക്കുന്നു എന്നും ഇവിടെ പറയപ്പെടുകയുണ്ടായി. അതിനിടയിൽ ഒരു സംശയം ഇവിടെ വന്നിരുന്നു, മുർത്തദ് പോലത്തെ പരാമർശങ്ങൾ. അത്തരം പരാമർശങ്ങൾ കുട്ടികളുടെ മനസ്സിലുള്ളതുകൊണ്ട് തുഹ്ഫയിലെ ഒരു ഇബാറത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നതിനെ നമുക്ക് തെളിവാക്കാൻ പറ്റുന്ന തുഹ്ഫയിലെ തുഹ്ഫ 9-ാം വാള്യത്തിലെ 291-ാം പേജിലുള്ള ഒരു പരാമർശം. യൽസമുന അൽ കഫ് അൻഹും. അൻഹും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമേതര മതസ്ഥരെയാണ്. يلزمنا الكف عنهم مالا ونفسا وعرضا واختصاصا وعما معهم كخمر وخنزير لم يظهروه ضمان ما نتلفه عليهم نفسا ومالا ودفع أهل الحرب والذمة والإسلام عنه. താല്പര്യം ചെറിയ കുട്ടികൾക്ക് വേണ്ടി പറയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഇസ്ലാമിക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്താണ് നിർബന്ധമാകുന്ന കാര്യം? ഇസ്ലാമേതരരായ ഇസ്ലാമിക സ്റ്റേറ്റിൽ വസിക്കുന്ന മറ്റു മതക്കാരുടെ ധനം, ശരീരം, അഭിമാനം സംരക്ഷിക്കൽ മാത്രമല്ല, അവരുടേത് സ്വന്തമായി അവർ കൊണ്ടു നടക്കുന്ന എന്നാൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റാത്ത കള്ള്, പന്നി പോലത്തതിനെ പോലും അവർക്ക് ഉപയോഗിക്കാൻ, സാമൂഹികമായ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കൽ നമുക്ക് നിർബന്ധമാകുന്നതാണ്. ഇനി അതിനെ നശിപ്പിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് ആൾനാശമോ ധനനഷ്ടമോ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലും ഇസ്ലാമിക സ്റ്റേറ്റിന്റെ നിർബന്ധ ബാധ്യതയാണ്. മാത്രമല്ല അവരെ സംരക്ഷിക്കണം. ദിമ്മത്തിന്റെ അഹിലുകാരായ ആളുകളിൽ നിന്ന്, ഇസ്ലാമിന്റെ ആളുകളിൽ നിന്ന്, ഹർബയായ ആളുകളിൽ നിന്ന് ഒക്കെയും അവരെ സംരക്ഷിക്കലും ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് എന്ന് തുഹ്ഫയിൽ 9-ാം വാള്യത്തിൽ 291-ാം പേജിൽ പറയുന്നു. അഭിമാന സംരക്ഷണം പോലും ബാധകമാകുമ്പോൾ മറ്റു മതക്കാരെ മാനം കെടുത്തുന്ന ഇടപെടലുകൾ മുസ്ലിം ലോകത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന കർമ്മശാസ്ത്രത്തിന്റെ ഈ വിധി ബഹുസ്വരതയെ എപ്രകാരം കർക്കശമായി ഉൾക്കൊള്ളണം എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ലോകത്ത് എങ്ങനെയാണ് ബഹുസ്വരത നിലനിർത്തേണ്ടത് എന്നതിന്റെ വ്യക്തമായ ഒരു മാതൃക കൂടിയാണ്. ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു, ഒരു ദീർഘപ്രഭാഷണം ഒരിക്കലും ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി മാത്രം. നമ്മളുടെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അതിനെങ്ങനെയാണ് മാതൃകയാകുന്നത് എന്ന് ചോദിച്ചാൽ 25-ാം വകുപ്പ് വളരെ പ്രസിദ്ധമാണല്ലോ. എല്ലാവർക്കും സ്വന്തം മതം വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്. അതിൽ സിഖുകാർക്ക് പ്രത്യേകമായ ഒരു അനുമതി കൊടുത്തത് കൗതുകത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അനുച്ഛേദം 25-ൽ തന്നെയാണ് അത് പറയുന്നത്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃപാണുകൾ ധരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും സിഖ് മതത്തിന്റെ മൗലികാവകാശമാക്കി വെക്കുന്നു. ഇത് സിഖുകാർക്ക് മാത്രമുള്ള അനുവാദമാകുന്നു. ഒരു വിഭാഗത്തിന്റെ സത്യത്തിൽ പൊതുസ്ഥലങ്ങളിലേക്ക് ആയുധമേന്തി വരുന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് കൊടുക്കാത്ത ഒരു കാര്യമാണ്. അതിനുള്ള അനുമതിയില്ല. അതേസമയം സിഖുകാർക്ക് അത് അവരുടെ ആരാധനയുടെ ഭാഗമായപ്പോ ആ ആയുധവുമായിട്ട് അവർക്ക് കടന്നു വരാമെന്ന അനുവാദം നമ്മുടെ ഭരണഘടന കൊടുക്കുമ്പോൾ മറ്റു മതത്തിന്റെ വിശ്വാസത്തെ എപ്രകാരം മാനിക്കാനാണ് നമ്മുടെ ഭരണഘടന തയ്യാറാകുന്നത് എന്നത് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്രകാരം ഭരണഘടനയിലുണ്ട്. വിദ്യാർത്ഥികളോട് വൈകിയ വേളയിൽ പറയുന്നു, നമ്മുടെ ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ വായിച്ചു മനസ്സിലാക്കണം എന്ന്. ഏതായാലും അൽഹംദുലില്ലാഹ് ഏകസ്വരത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച എത്തിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്.
വരും കാലങ്ങളിൽ സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക മാതൃക, ഇസ്ലാമിന്റെ ചരിത്രം എല്ലാം ബഹുസ്വരതയെ എപ്രകാരം അംഗീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത നേരത്തെ തന്നെ പറയപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയെ അവസാനം നമുക്ക് ഇങ്ങനെ ഒരു വാക്കിൽ നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരക്കാരായിട്ടല്ല സമാധാനം ഉണ്ടാകുന്നത്. അറബിയിൽ പറയാറുണ്ട്, ലൈസത്തിൽ ഐനായത്തു അൻ നത്തഫിഖ വലാകിന്നൽ ഐനായത അല്ലാ നഖ്തലിഫ. അതാണ് പ്രധാനം. ലൈസത്തിൽ ഐനായത്തു അൻ നത്തഫിഖ വലാകിന്നൽ ഐനായത അല്ലാ നഖ്തലിഫ. അതാണ് പ്രധാനം. എല്ലാം ഒരേ സ്വരത്തിലായിട്ട് ഒരു സമാധാനം നടക്കില്ല. വിയോജിപ്പുകളും എതിർപ്പുകളും ഇല്ലാതെ അവനവന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ഓരോരുത്തരെയും, അവനവന്റെ മതത്തിൽ ജീവിക്കാൻ ഓരോരുത്തരെയും അനുവദിക്കുകയാണ് പ്രധാനം. ആ ഒരു ചർച്ച. എൽജി ഗാർഡിനറുടെ ഒരു വാക്കുണ്ട്, എന്താണ്, എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന്. അദ്ദേഹം പറയുന്നത്, അവനവന്റെ സ്വാതന്ത്ര്യത്തെ ഓരോരുത്തരും പകർത്താൻ തയ്യാറാവണം. ഇതിനുവേണ്ടി മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടാതിരിക്കാൻ, അവനവന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താൻ എല്ലാവരും തയ്യാറാവണം. അങ്ങനെ വരുമ്പോ ഈ രാജ്യത്ത്, ഈ ലോകത്ത് നമുക്ക് സമാധാനമുണ്ടാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ രണ്ടാം ഘട്ടത്തെ ചർച്ച നാളെ കൂടുതൽ വിശദമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഹദ്ദാദിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സമയം വൈകിയതുകൊണ്ട് ഹദ്ദാദ് ഓരോ വിദ്യാർത്ഥികളും അവനവന്റെ സൗകര്യമനുസരിച്ച് തനിച്ച് ചെല്ലിയാൽ മതി എന്നാണ് തീരുമാനം. നമ്മുടെ അടുത്ത നടപടിയിലേക്ക് നമ്മൾ കടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. Honorable personalities of the days and my dear audience, it is the time to thank all of you, especially our honorable personalities who made this night memorable and unforgettable by presenting all possible dimensions of our motto, multiculturalism and world. And it is the time to thank all of you. So I express my gratitude first of all to you people, the audience. Your inevitable participation made the program successful and enthusiastic. Thank you all of you. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh.